കേരളത്തിന് പ്രതിവർഷം വേണ്ടത് 4200 കോടി രൂപയുടെ സ്പിരിറ്റാണ്. ഇത് കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാനായാൽ തൊഴിലും വരുമാനവും അത്രയേറെ വർദ്ധിക്കും. കേരള ജനതയ്ക്ക് തന്നെയാണ് ഇതുകൊണ്ടുള്ള ലാഭമെന്നിരിക്കെ എലപ്പള്ളിയിൽ പ്രാഥമിക അനുമതി നൽകിയ എഥനോൾ ഫാക്ടറിക്കെതിരായ പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് ദുരൂഹമേറിയതാണ്. പ്രതിപക്ഷം ഒന്നിനു പിന്നാലെ ഒന്നായി എതിർക്കാനുള്ള ഓരോ തന്ത്രം മെനയുമ്പോൾ വിഷയം അട്ടിമറിക്കാനുള്ള പ്രതിപക്ഷ ശ്രമത്തിന് വീണ്ടും പ്രഹരമേറ്റിരിക്കുകയാണ്. പ്ലാന്റിനെതിരെ ആദ്യം ഉയർത്തിയ അഴിമതി മുതലുള്ള ഓരോ ആരോപണവും സർക്കാർ തെളിവ് സഹിതം നൽകിയ വിശദീകരണത്തിൽ തകർന്നടിഞ്ഞിരിക്കുന്നു. 29-ന് വി.ഡി. സതീശൻ ഉയർത്തിയ രഹസ്യരേഖാവാദവും തീർത്തും കാര്യമില്ലാത്ത വാദമായതോടെ സർക്കാരിന്റെ ലക്ഷ്യം ജനങ്ങൾക്കും വ്യക്തമായിരിക്കുകയാണ്. രഹസ്യരേഖയെന്ന് പറഞ്ഞ് വി.ഡി. സതീശൻ പുറത്തുവിട്ടത് 16 ദിവസം മുമ്പ് മന്ത്രിസഭായോഗം പുറത്തുവിട്ട രേഖയാണ്. ശ്രമങ്ങൾ ഏറെ നടത്തിയിട്ടും 10 ഘട്ടമായി 14 മാസം കൊണ്ട് നൽകിയ പ്രാഥമിക അനുമതി ഏതെങ്കിലും നിയമമോ ചട്ടമോ ലംഘിച്ചാണ് നൽകിയതെന്ന് ആർക്കും തെളിയിക്കാനായിട്ടില്ല. നിലവിൽ കർണാടക, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ നിന്നാണ് സ്പിരിറ്റ് കൊണ്ടുവരുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ നിന്ന് സ്പിരിറ്റ് കൊണ്ടുവരാം, ഇവിടെ നിർമ്മിക്കരുത് എന്നാണ് പ്രതിപക്ഷത്തിന്റെ നയം. കർണാടകത്തിലെ കോൺഗ്രസ് മന്ത്രി അടക്കമുള്ള നേതാക്കളുടെ സ്പിരിറ്റ് കമ്പനികൾക്ക് വേണ്ടിയുള്ള ഒത്താശ എന്ന ആക്ഷേപത്തോട് പ്രതികരിക്കാൻ പ്രതിപക്ഷം തയ്യാറായിട്ടുമില്ല. മുൻ പ്രതിപക്ഷ നേതാവ് സ്പിരിറ്റ് ലോബിയിൽപ്പെട്ട ചിലരെ കണ്ടത് എന്തിനാണെന്ന ചോദ്യത്തിനും ഉത്തരമില്ല. പദ്ധതിയുമായി ആര് വന്നാലും അനുമതി നൽകുമെന്ന് നേരത്തെ സർക്കാർ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് അഴിമതിക്ക് സാധ്യതയില്ലാത്തതിനാൽ പ്രതിപക്ഷവും മാധ്യമങ്ങളും അതിൽ നിന്ന് മുങ്ങുക തന്നെയായിരുന്നു. UDF കാലത്തും ബ്രൂവറി അടക്കം നിക്ഷേപങ്ങളൊന്നും ടെൻഡർ വിളിച്ചില്ലെന്ന് തെളിഞ്ഞതോടെ ആ കള്ളക്കളിയും ഒടുങ്ങുകയായിരുന്നു. മഴവെള്ള സംഭരണി സാധ്യമാണെന്നും നിലവിൽ വ്യവസായത്തിന് നീക്കിവെച്ച മലമ്പുഴ വെള്ളം കൊണ്ട് പ്ലാന്റ് യാഥാർത്ഥ്യമാക്കാമെന്നുമാണ് മന്ത്രി MP രാജേഷ് വ്യക്തമാക്കിയത്. ഒരു തുള്ളി ഭൂഗർഭജലം എടുക്കില്ല എന്നത് അത് ആവർത്തിക്കുകയാണ് ഞാൻ. ഈ പ്ലാന്റിനാകെ വേണ്ടി വരുന്ന വെള്ളം പാലക്കാട് നഗരത്തിന് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൻ്റെ 1.1%. അതും ഫാക്ടറി പൂർണ്ണതോതിലാകുമ്പോഴേ അത് വരൂ. മലമ്പുഴയിൽ നിന്ന് കിൻഫ്രയിലേക്ക്, മലമ്പുഴ ഡാമിൽ നിന്ന് കിൻഫ്രയിലേക്കും പാലക്കാട് IITയിലേക്കും പ്രതിദിനം 10 ദശലക്ഷം ലിറ്റർ വെള്ളം എത്തിക്കുന്ന പദ്ധതി പുരോഗമിക്കുകയാണ്. 10 MLD വെള്ളം പ്രതിദിനം കൊടുക്കാനുള്ള ധാരണയുണ്ട്, കരാറുണ്ട്. ആ വെള്ളം എത്തിക്കാനുള്ള പദ്ധതി പുരോഗമിക്കുകയാണ്. 2023 നവംബർ 30-നാണ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് അപേക്ഷ ലഭിച്ചത്. 10 ഘട്ട പരിശോധന നടത്തിയാണ് മന്ത്രിസഭ പ്രാരംഭ അനുമതി നൽകുന്നതും. ജലം സംബന്ധിച്ചുള്ള കാര്യത്തിൽ പരിശോധന നടത്തിയതിനു ശേഷമാണ് അനുമതി നൽകിയത്. ഒരു തുള്ളി ഭൂഗർഭജലം എടുക്കില്ല എന്നുള്ളത് വ്യക്തമാണ്. അതിന്റെ ആവശ്യം വരുന്നില്ല എന്നതാണ് സത്യം. 81.5 ദശലക്ഷം വെള്ളമാണ് പ്രതിവർഷം ആവശ്യമുള്ളത്. സംഭരിച്ചതിന്റെ 13.16% വെള്ളം മാത്രമാണ് കുടിവെള്ളമായി പ്രതിവർഷം വേണ്ടിവരുന്നത്. കഴിഞ്ഞ 10 വർഷമായി മലമ്പുഴ ഡാമിൽ ജലക്ഷാമം വന്നിട്ടില്ല. പാലക്കാട് നഗരത്തിന് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന വെള്ളത്തിന്റെ 1.1% മാത്രമാണ് പ്ലാന്റിന് വേണ്ടിവരിക. മലമ്പുഴയിൽ നിന്ന് കിൻഫ്രയിലേക്കും പാലക്കാട് IITയിലേക്കും പ്രതിദിനം 10 ദശലക്ഷം വെള്ളം എത്തിക്കുന്ന പദ്ധതി പുരോഗമിക്കുന്നുമുണ്ട്. ഈ ലൈനിൽ നിന്നാണ് പ്ലാന്റിനും കുടിവെള്ളം നൽകുക. ആരോപണങ്ങളെയും ആശങ്കകളെയും പുച്ഛിച്ചു തള്ളിയല്ല, വസ്തുതകൾ നിരത്തി മറുപടി പറഞ്ഞാണ് സർക്കാർ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. അടിച്ചേൽപ്പിക്കലല്ല, സാധ്യമായതെല്ലാം പ്രയോജനപ്പെടുത്തി നാടിനെ കരകയറ്റുകയാണ് സർക്കാർ നയമെന്നത് വ്യക്തമാണ്. എഥനോൾ പ്ലാന്റിനും ബ്രൂവറിക്കും വീഞ്ഞ് നിർമ്മാണത്തിനും മറ്റും ചട്ടങ്ങൾക്ക് വിധേയമായി അനുമതി നൽകാമെന്ന് LDF നയപരമായി തന്നെ തീരുമാനമെടുത്തിട്ടുള്ളതാണ്. ഇത്തരത്തിലുള്ള വ്യക്തമായ വസ്തുതകൾക്ക് മുന്നിലാണ് പൊള്ളയായ കള്ളങ്ങളുമായി പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും രംഗത്ത് വന്നത്. പ്രതിപക്ഷത്തിന്റെ അപ്രസക്തമായ വാദങ്ങളൊക്കെ പൊളിച്ചടുക്കി സർക്കാർ മുന്നോട്ട് തന്നെ പോകും.